ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. SCRT ഹിന്ദി പാഠഭാഗങ്ങള് ലളിതമായ മലയാള ഭാഷയിൽ വിവരിച്ചു തരുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ബാബുയൻ പനിക്കൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കേരള സിലബസ് 10th ഹിന്ദി ഇക്കായി 3 അഥവാ യൂണിറ്റ് 3യിലെ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന പദ്യമാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ പദ്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു പെൻസിൽ വേണം. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. കാരണം സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ എല്ലാത്തിന്റെ മീനിങ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും വേർഡിന്റെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ മുകളില് എന്ത് ചെയ്യണം? അതിന്റെ മീനിങ് എഴുതിയെടുക്കണം. ഇനി സെന്റൻസിന്റെ തന്നെ ആ മീനിങ് എഴുതിയെടുക്കണമെന്ന് വിചാരിച്ചാൽ അതും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്നിലധികം പ്രാവശ്യം പ്ലേ ചെയ്ത് കണ്ടാലും നിങ്ങൾക്ക് അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് കവിതയിലേക്ക് വരാം. ഇക്കായി 3 അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷാമം. ക്ഷാമം ക്ഷാമം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഔർ ഉസ്കെ ബാദ്. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷവും. ഏതിനു ശേഷം? ക്ഷാമവും ക്ഷാമത്തിന് ശേഷവും. ഇപ്പൊ കുറച്ചുനാൾ ക്ഷാമം, അതിനുശേഷം ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറുന്ന അവസ്ഥ. ഈ രണ്ട് അവസ്ഥകളെയും വളരെ ചെറിയ ഒരു പദ്യത്തിലൂടെ ആണ് നമ്മളെ നാഗാർജുൻ പഠിപ്പിച്ചു തരുന്നത്. നാഗാർജുൻ കാ ജന്മ കബ് ഔർ കഹാം ഹുവാ ഥാ. നാഗാർജുൻ എവിടെ എപ്പോൾ ജനിച്ചു? ബീഹാർ രാജ്യമേം सन 1911 30 जून में नागार्जुन का जन्म हुआ. और आपने एक പ്രഗതിശീൽ സാഹിത്യകാർ है. അദ്ദേഹം ഒരു പുരോഗമന സാഹിത്യകാരനാണ്. आपने हिंदी के अलावा मैथिली, संस्कृत, बंगला में भी रचनाएं की है. അപ്പൊ അദ്ദേഹം ഹിന്ദി കൂടാതെ, ഹിന്ദി ഭാഷ കൂടാതെ മൈഥിലി ഭാഷയില്, സംസ്കൃത ഭാഷയില്, ബംഗാളി ഭാഷയിലും രചന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പദ്യത്തിലേക്ക് വരാം. അകാൽ ഔർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിനുശേഷവും. നോക്കാം. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी भीत पर चिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही चिकस्त. അപ്പോൾ कई दिनों तक चूल्हा रोया. കൈ ദിനോം തക്ക്, കുറെ നാളുകളായിട്ട്. ചൂൽഹ രോയ. ചൂൽഹ അടുപ്പ്. അടുപ്പ് കരയുകയായിരുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി ആട്ടുകല്ല്. ആട്ടുകല്ല്. ഉദാസ് രഹി. ഉദാസ് രഹി എന്ന് പറഞ്ഞാൽ ആസീനയായി ഇരുന്നു. ഇപ്പൊ കൈ ദിനോം തക്ക് ചൂൽഹ രോയ, ചക്കി രഹി ഉദാസ്. ദിവസങ്ങളോളം അടുപ്പ് കരഞ്ഞു. അടുപ്പ് കരയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടുപ്പിന് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോഴാണല്ലോ അടുപ്പ് കരയുന്നത്. അടുപ്പിൽ തീ കത്തിച്ച് ആഹാരം വെച്ച് വേവിച്ചെങ്കിൽ മാത്രമേ അടുപ്പിന് കിട്ടാനുള്ളത് കിട്ടുകയുള്ളൂ. അഥവാ അടുപ്പ് കത്താതെ വരുമ്പോൾ അടുപ്പിന് ബുദ്ധിമുട്ടുണ്ടാകും, വിഷമം, സങ്കടം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കരയും. പിന്നെ ചക്കി രഹി ഉദാസ്. ചക്കിക്ക് അഥവാ ആട്ടുകല്ലിനും ഭയങ്കര നിരാശയായിരുന്നു, ഉദാസീനതയായിരുന്നു. എന്താ കാരണം? ആട്ടുകല്ല് എപ്പോഴും ഇങ്ങനെ ഉണങ്ങി വരണ്ട ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതില് അരി കുതിർത്തിട്ട് അത് ആട്ടുമ്പോൾ മാത്രമേ അതിന്റെ ഉപയോഗം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതും വളരെ ഉദാസീനമായിട്ടിരിക്കും. കൈ ദിനോം തക്ക് കാനി കുതിയ സോയി ഉസ്കെ പാസ്. കാനി കുതിയ, ഒരു പട്ടിയുണ്ടായിരുന്നു ആ വീട്ടിൽ. ആ വീട്ടിൽ കാനി കുതിയ സോയി ഉൻകെ പാസ്, അതിന്റെ അടുത്ത് മാറി ഈ പട്ടി കാനി കുതിയ
അതിന്റെ അടുത്ത് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങി. എന്ന് പറഞ്ഞാൽ പട്ടിക്ക് കഴിക്കാനുള്ള ആഹാരവും ഇല്ലാതെ വന്നു. കൈ ദിനോം തക്ക് ലഗി ഭീത്ത് പർ ചിപക്കലിയോം കി ഗസ്ത്. ചിപക്കലിയാം എന്ന് പറഞ്ഞാൽ ചിപക്കലിയാം പല്ലികൾ. അപ്പോൾ എന്താണ്? കൈ ദിനോം തക്ക് ദിവസങ്ങളോളം, ഭീത്ത് പർ ചിപക്കലിയാം കി ഗസ്ത് കുറെ ദിവസങ്ങളായിട്ട് പല്ലികളുടെ ചിലക്കലും ഇല്ല. കൈ ദിനോം തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശികസ്ത്. കുറെ ദിവസങ്ങളോളം ചൂഹോം കി ബി ഹാലത്ത് എലികളുടെ അവസ്ഥയും, ഹാലത്ത് മാനെ അവസ്ഥ, എലികളുടെ അവസ്ഥയും ചികസ്ത് വളരെ മോശമായിരുന്നു. അപ്പോൾ ആദ്യത്തെ 4 വരിയിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഇല്ലായ്മയുടെ കാര്യമാണ്, അഥവാ അകാലിനെ പറ്റിയാണ്, അഥവാ ക്ഷാമത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ക്ഷാമം വന്നാൽ അടുപ്പ് കത്തില്ല, അതുപോലെ ആട്ടുകല്ല് വർക്ക് ചെയ്യത്തില്ല, പട്ടികൾക്ക് വീട്ടിൽ വളർത്തുന്ന വളർത്തുനായയ്ക്ക് കഴിക്കാനൊന്നും കിട്ടുകയില്ല, വീട്ടിൽ ഭിത്തിയേല് കൂടി ഓടിച്ചാടി നടക്കുന്ന പല്ലികൾക്ക് കഴിക്കാനൊന്നും കിട്ടൂല, അതുപോലെ എലികൾക്കും ഒന്നും കിട്ടാതെ അവയും വളരെ നിരാശരായി കഴിയുന്ന ഒരവസ്ഥയാണ് ആദ്യത്തെ 4 വരിയില് നാഗാർജുൻ പറയുന്നത്. ഇനി ആ 4 വരി മനസ്സിലായി കാണുമല്ലോ. അടുത്ത 4 വരിയിലേക്ക് നമുക്ക് നോക്കാം. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാനെ ആയേ ധാന്യങ്ങൾ വന്നു ചേർന്നു. എവിടെ വന്നു ചേർന്നു? ഘർ കെ അന്തർ വീടിന്റെ ഉള്ളിലേക്ക് ധാന്യങ്ങൾ വരാൻ തുടങ്ങി. എപ്പോഴാ വരാൻ തുടങ്ങിയത്? കൈ ദിനോ കെ ബാദ് ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ കൈ ദിനോ കെ ബാദ് ഉസ് ഘർ മേം ദാനെ ആയേ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് ധാന്യങ്ങൾ വന്നു തുടങ്ങി. അവരുടെ ക്ഷാമം, അവരുടെ ദാരിദ്ര്യം മാറിത്തുടങ്ങി എന്നാണ്. ധുവാമുഠ, ധുവാമുഠ പുക ഉയരാൻ തുടങ്ങി. ആംഗൻ സേ ഊപ്പർ കൈ ദിനോം കെ ബാദ് വീട്ടുമുറ്റത്തേക്ക്, ആംഗൻ വീട്ടുമുറ്റം, ആംഗൻ സേ ഊപ്പർ വീട്ടുമുറ്റത്തുനിന്ന് മുകളിലോട്ട് എന്താണ്? ധുവാമുഠ പുക ഉയരാൻ തുടങ്ങി. കൈ ദിനോ കെ ബാദ് ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ കൈ ദിനോ കെ ബാദ് ആംഗൻ സേ ധുവാം ഉടനെ ലഗേ, കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടുമുറ്റത്ത് പുക ഉയരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. അവിടെ ധാന്യങ്ങൾ വന്നു, അവരുടെ ദാരിദ്ര്യം മാറി, അവരുടെ ക്ഷാമം മാറി തുടങ്ങി. ചമക്കുടി ഖർബർ കി ആംഖേം കൈ ദിനോ കെ ബാദ്. കൈ ദിനോ കെ ബാദ് ചമക്കുടി, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചമക്കുടി, ചമക്കുടി തിളങ്ങി. എന്തു തിളങ്ങി? ഖർബർ കി ആംഖേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങി. ചമക്കുടി ഖർബർ കി ആംഖേം കൈ ദിനോ കെ ബാദ് വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. കണ്ണുകൾ തിളങ്ങുന്ന എപ്പോഴാണ്? സന്തോഷം വരുമ്പോഴാണ്. അപ്പൊ വീട്ടിലുള്ളവർക്ക് സന്തോഷം വരാൻ തുടങ്ങി. കൗവേനെ ഖുജലായി പാംഖേം, പാംഖേം അവയുടെ ചിറകുകൾ, ഖുജലായി, ഖുജലായി ചൊറുകുക, ഖുജലാന എന്ന് പറഞ്ഞാൽ ചൊറുകുക എന്നാണ്. ഇവിടെ ചൊറുകുക എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾ തങ്ങളുടെ ചിറകുകളെല്ലാം കോതുന്ന ഒരു പരിപാടിയുണ്ട്. എന്ന് പറയുമ്പോൾ വെള്ളം വീഴുമ്പോഴത്തേക്ക് ആ വെള്ളം വീഴാതിരിക്കാന്, അതുപോലെ തങ്ങളുടെ ചിറകുകൾ മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ഓയിൽ കൊണ്ട് അവയുടെ ചിറകുകൾ ഇങ്ങനെ മനോഹരമാക്കി വെക്കും, കോതി വെക്കും. അതിനെയാണ് ഇവിടെ ഖുജലാന എന്ന് പറയുന്നത്. കൗയനെ ഖുജലായി പാംഖേം കൈ ദിനോ കെ ബാദ്, കൈ ദിനോ കെ ബാദ് കൗയനെ പാംഖേം ഖുജലായി, കാക്കകൾ അവയുടെ ചിറകുകൾ കോതാൻ തുടങ്ങി, അവയുടെ ചിറകുകൾ ചൊറുകാൻ തുടങ്ങി. അപ്പൊ അവയ്ക്കും സന്തോഷമായി. നേരത്തെ ക്ഷാമത്തിന്റെ സമയത്ത് അവ വളരെ നിരാശരായി അങ്ങ് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴത് മാറിയിട്ട് എങ്ങനെയായി? വളരെ സന്തോഷത്തോടുകൂടി അവയുടെ സന്തോഷം പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ നാഗാർജുൻ കാഗാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന പദ്യത്തിലൂടെ പറയുന്നത്. ഈ പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. അതായത്
മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന മാനവ കാ ജീവൻ സുഖ ഔർ ദുഃഖ സമ്മിശ്രേ, മനുഷ്യ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. വഹ് ശാശ്വത നഹീം, കൊയ് ബി ദുഃഖ് ശാശ്വത നഹീം, കൊയ് ബി സുഖ് ശാശ്വത നഹീം. ഒരു ദുഃഖവും ശാശ്വതമല്ല, ഒരു സുഖവും ശാശ്വതമല്ല. ഇപ്പൊ കുറച്ചുനാള് സുഖമാണെങ്കിൽ കുറച്ചുനാള് ദുഃഖമായിരിക്കും, എന്നും ദുഃഖമായിരിക്കില്ല. അപ്പോൾ എന്നും ദുഃഖമാണെന്ന് വിചാരിച്ച് ദുഃഖിക്കരുത് എന്നാണ് നാഗാർജുൻ ഈ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗുണപാഠം. എല്ലാവർക്കും ഇതിന്റെ മലയാളം നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കണിലുള്ള ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ധന്യവാദം.